സാർ നമസ്കാരം. നമസ്കാരം. കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിവാദമാണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് മാസപ്പടി വിവാദം. അക്ഷരാർത്ഥത്തിൽ അത് കേട്ടു ജനം ഇനി എന്തിനാ ഇത് സംസാരിക്കണമെന്ന് പോലുള്ളൊരു ചോദ്യം ചെയ്യലിലേക്ക് വരെ മാധ്യമങ്ങൾ വരെ അവരങ്ങനെ പഴിച്ചു തുടങ്ങി. ഈ സാറിൻ്റെ അടുത്ത് അങ്ങനെ ഒരു വാക്ക് പ്രയോഗങ്ങളിൽ തെറ്റണമെങ്കിൽ ക്ഷമിക്കണം. ഈ കോഴിക്ക് മുല വരുന്നത് പോലെ നാളെ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്തായി? പക്ഷേ മാധ്യമങ്ങൾക്ക് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് യാതൊരു താല്പര്യമില്ല. അവർ അതുകൊണ്ട് പറയുന്നതല്ല, ചില കേസുകളുടെ ഗതിവിഗതികൾ കാണുമ്പോൾ അവർ അത്തരത്തിൽ സംസാരിച്ചതേ ഉള്ളൂ. ഇന്നിപ്പോൾ പുതിയൊരു സംഭവവികാസം ഉണ്ടായിരിക്കും. സാറ് മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. ഈ CMRLൻ്റെ CMD ആയ ശശിധരൻ കർത്തയുടെ മകള് ഷൈബി കർത്ത ഇഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ശശിധരൻ ഭാര്യയുടെ കർത്ത ജയ എസ് കർത്തയും ശരൺ കർത്തയും മകനും ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്നു. ശശിധരൻ കർത്തയ്ക്കും സമൻസ് ഉണ്ട്. സാർ, ഇത്തരം സാഹചര്യങ്ങളിലൂടെ ഇത് കടന്നു പോകുമ്പോൾ നാളെ വീണ വിജയനെ രണ്ടാമതും ചോദ്യം ചെയ്യാൻ വേണ്ടി ED നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ശശിധരൻ കർത്തയുടെ കുടുംബത്തെ മുഴുവൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യും കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് ബിസിനസ് ചെയ്യുന്ന ശശിധരൻ കർത്തയെ സംബന്ധിച്ചിടത്തോളം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നുള്ളൊരു മുറയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. 1600 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെടുക്കുന്നതിന് വേണ്ടി കേവലം 2.7 കോടി രൂപയുടെ ഒരു ഇടപാട് മാത്രമല്ല അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ ഊന്നിക്കൊണ്ട് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ 134 തെളിവുകളും അനുബന്ധ രേഖകളും വച്ചുകൊണ്ട് ED ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, അന്ന് ED വീണയുടെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ കിട്ടിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ അവരുടെ ഫോൺ എല്ലാം വെച്ചിട്ട് തന്നെയാണ് അവർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 134 തെളിവുണ്ടെങ്കിൽ 134 ചോദ്യങ്ങളെങ്കിലും കരുതി വെച്ചിട്ടാണ് അവർ നാളെ പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത്. നാളെ എന്തായാലും വീണയ്ക്ക് ഹാജരാകാൻ പറ്റില്ല എന്ന് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. സാർ, ഈ കർത്ത ഇത്രത്തോളം ഒരു നിർണായകമായ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഏതാണ്ട് പൂർണ്ണമായി തന്നെ പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് ഇനി പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും ഭാവി? അല്ല, ഞാനിതിനെ ആദ്യം പിണറായി വിജയനിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന എക്സാലോജിക്കിൻ്റെ CMD അവർക്കെതിരെയാണല്ലോ SFIയുടെ കേസ് വരുന്നത്, മണി ലോണ്ടറിങ്. അതുകൊണ്ടാണ് ED അതിലേക്ക് വരുന്നത്. ഇവർക്ക് 2.25 കോടി രൂപ കൊടുത്തു. അത് പലതരത്തിൽ. മാത്രമല്ല, ചില വായ്പ കൊടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ കമ്പനി ഇല്ലാതായി. എംപവർ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി ഇപ്പം ഇല്ല. പക്ഷേ ഞാൻ അങ്ങേക്ക് വായ്പ തന്നിട്ട് ആ കമ്പനി ഞാൻ പിരിച്ചുവിട്ടാൽ അങ്ങേക്ക് ഫ്രീ തന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സാർ, അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇടപെടാണെന്ന് കരുതരുത്. ആദ്യം 25 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ തിരിച്ചടക്കുന്നതിന് മുമ്പ് പിന്നെയും 25 ലക്ഷം രൂപ കൊടുത്തു. അതെന്ത് ഇടപാടാണെന്ന് അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വായ്പയും ഒരു ഫ്രീ ബി ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം അടക്കം എന്തിനാണ് ഇവർക്ക് കൊടുത്തത്? ഏതെങ്കിലും സേവനം ചെയ്തു എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതെ, ആകെ MS ഓഫീസ് കൊടുത്തു നോക്കിയാണ് നമ്മളോട് പറഞ്ഞത്. MS ഓഫീസ് നമ്മുടെ മൊബൈലിലുള്ള സാധനമാണ്. അതിപ്പോൾ അത് കൊടുത്ത് 2.25 ലക്ഷം രൂപ 2.25 കോടി രൂപ കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, CMRL ആ വിഭാഗത്തിൽ വേറെ ആളുണ്ട്. മാത്രമല്ല, സപ്പോർട്ട് MS ഓഫീസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ എന്താണ് ഇവരാരാണ്? ഇവർ മൈക്രോസോഫ്റ്റോ. അപ്പോൾ ടെക്നിക്കലി അതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പൈസയുടെ കൈമാറ്റത്തിൽ എന്താണ് നടന്നിട്ടുള്ളത്? അത് വീണ നൽകിയ സേവനത്തിനല്ല എന്ന് പറയുമ്പോഴാണ് വീണയുടെ പിതാവ് അന്ന് ഉയർന്ന പദവിയിൽ ഇരുന്ന ഒരാളാണ് എന്ന് വരുന്നത്. അങ്ങനെയാണ് അതിലേക്ക് അത് എത്തുന്നത്. അപ്പോൾ അവർ വഴി എന്തെങ്കിലും സേവനം കിട്ടാനാണോ വീണയ്ക്ക് പണം കൊടുത്തത് എന്ന ചോദ്യം വ്യാപകമായി വരുന്നു. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണ്ടത് ഒരേ ഒരു സാധനം കരിമണല്ല. അതിപ്പോഴല്ല, 2000 മുതൽ ഞാനിതിൻ്റെ പിന്നിൽ 2002 മുതൽ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരാളാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പ് റാക്കറ്റുകൾ സംബന്ധിച്ചു. ആലപ്പുഴ തീരത്ത് കരിമണൽ ഖനനം ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ട് UDF സർക്കാരിൻ്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായൊരു പ്രശ്നമുണ്ട്. അന്ന് LDF മറ്റേ BM സുധീരനടക്കം അവിടെ കരിമണൽ ഖനനത്തിനെതിരായി മനുഷ്യച്ചെങ്ങല പിടിച്ച ആളാണ് ഞാനും. അന്ന് അവിടെ പോയി. അത് കഴിഞ്ഞു, കാലം കുറേ കഴിഞ്ഞു പോയി. ആലപ്പുഴ തീരത്ത് നിന്ന് കരിമണൽ ഖനനം സാധ്യമല്ല. അതിനുശേഷം സുനാമി വരുന്നു, ആകെ പ്രശ്നങ്ങളാണ്. അത് നടക്കുന്നില്ല. ആലപ്പാട് കരിമണൽ ഖനനം നടക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറേ സാധനം ഇവർക്ക് എത്തുന്നുണ്ട്. അത് രഹസ്യമാണ്. ഈ എന്താ പറയുക, IREയും KMMലും അവർക്ക് അവിടെ നിന്ന് മണൽ ഇവർക്ക് കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. അത് വേറെ ഇവിടേക്കെല്ലാം തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? 2018 പ്രളയം
ത്തിൻ്റെ കൂടി സാഹചര്യം കണക്കിലെടുത്ത് അതിന് മുമ്പ് തന്നെ സ്പിൽവേ വലിയ തോതിലുള്ള കുട്ടനാട്ടിലെ പ്രളയം അത് കണക്കിലെടുത്ത് അവിടെ നിന്ന് തോട്ടപ്പള്ളിയിൽ താഴെയിൽ നിന്ന് മണൽ മാറ്റാൻ എന്ന് ഞാൻ പറയുന്നില്ല, മണൽ മാറ്റാൻ, കാരണം വാട്ടർവേ സുഗമമാക്കാൻ എന്ന രൂപത്തിൽ ഒരു പ്രപ്പോസൽ വരുന്നു. ആ പ്രപ്പോസൽ ആദ്യം മുഖ്യമന്ത്രി മാറ്റിവെക്കുന്നു. ഈ ഡേറ്റുകൾ നോക്കുമ്പോഴാണ് ഈ പണം കൊടുത്തതും ആ പ്രപ്പോസൽ തിരിച്ചു വരുന്നതും തമ്മിലുള്ള ഡേറ്റ് തമ്മിലുള്ള ഒരു യോജിപ്പുണ്ട്. അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അനുസരിച്ച് ഈ മണൽ മാറ്റാനാണ് തീരുമാനിച്ചത്. അപ്പോൾ മണൽ കൊണ്ടുപോകാനില്ല. ഞാൻ വീണ്ടും പറയുന്നു, മണൽ ഖനനത്തിന് അവിടെ പെർമിറ്റ് ഇല്ല. മണൽ ഖനനം ചെയ്യണമെങ്കിൽ കുറേയധികം പെർമിറ്റുകൾ വേണം. തീരദേശ സംരക്ഷണ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ വേണം. മാത്രമല്ല അതിൽ അറ്റോമിക് എനർജിയുടെ ആവശ്യമായ മോണോസൈറ്റ് ഉണ്ട്, തോറിയം ഉണ്ടാക്കുന്നത്. അതിന്റെ ഖനനം വേണമെങ്കിൽ ആറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വേണം. റേഡിയേഷൻ മോണിറ്ററിംഗ് അങ്ങനെയുള്ള സംഗതികൾ വേണം. മൈനിങ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷൻ വേണം. റയർ എർത്ത്സ് അതുപോലെയുള്ള സംഗതികളുണ്ട്, കുറേ പെർമിഷൻ വേണം. ഇതൊന്നുമില്ലാതെ സാധാരണഗതിയിലൊക്കെ നേടിയെടുക്കുകയും വലിയ അല്ല കൊടുക്കിട്ടില്ല. അത് അങ്ങനെ വരുമ്പോഴേ ഒന്നുമില്ലാതെ ആ മണൽ മാറ്റാനുള്ള ഒരു ഉത്തരവ് മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഒപ്പിടുന്നു. കളക്ടർ മേൽനോട്ടത്തിൽ മണൽ മാറ്റാൻ പറയുകയാണ്. അപ്പോൾ മണൽ മാറ്റുമ്പോൾ അവിടെ ഇടാൻ പറ്റില്ല, ഒരു കൊണ്ടുപോട്ടെ. അപ്പോൾ മണൽ മാറ്റി അത് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത്. തോട്ടപ്പള്ളി താഴെ സ്പിൽവേയുടെ താഴെയുള്ള മണൽ. യഥാർത്ഥത്തിൽ അന്ന് തന്നെ നമ്മൾ ചോദ്യം ചെയ്ത ഒരു കാര്യമുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ താഴെയുള്ള മണൽ മാറ്റിയത് കൊണ്ട് കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഇല്ലാതാവില്ല. അതിന് വേറെ പല കാരണങ്ങളിൽ ഞാനിപ്പോൾ ഈ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. കുട്ടനാടിനെ കുറിച്ച് പഠിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് കുട്ടനാട്ടിൽ മറ്റേ പ്രളയം ഒഴിവാകണമെങ്കിൽ, പ്രളയം തെറ്റല്ല, ഈ കരിമണൽ സ്പിൽവേ മാത്രം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല, അവിടെ ഒന്നും സംഭവിക്കില്ല. കാരണം വെള്ളം ഇവിടുന്ന് ഒഴുകുന്നില്ല. മാത്രമല്ല സ്പിൽവേ തുറക്കുന്നില്ല, സ്പിൽവേയുടെ പലതും തുറക്കുന്നില്ല, അത് ലോക്കായിപ്പോയി. അപ്പോൾ സ്പിൽവേ തുറന്നാലും ഇങ്ങോട്ട് വെള്ളം വരുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് അതിനു വേണ്ടിയല്ല എന്നും ഇത് കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണ് എന്നും വരുന്നു. മാത്രമല്ല ഈ മണൽ മാറ്റലായതുകൊണ്ട് ആരെത്ര കൊണ്ടുപോകുന്നു എന്ന് ആർക്കും ഒരു കണക്കില്ല. പാലപ്പാട് ഒരു കണക്കെങ്കിലും ഉണ്ട്, ഇത്ര ലോറി കൊണ്ടുപോകുന്നു, ഇത്ര ലോറി IREക്ക്, ഇത്ര ലോറി KMML എന്നൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല, ഒരു കണക്കില്ലാതെ ലോറി വന്നിങ്ങനെ കയറ്റിക്കൊണ്ടുപോകണം. JCB മണൽ ഖനനം ചെയ്തു. ഇതിൻ്റെ ഫലമായി വടക്ക് പുറക്കാടും മറ്റേ ഇവിടെയും എന്താ പറയുക കാർത്തികപ്പള്ളി താലൂക്കിൻ്റെ ഭാഗമായി വരുന്ന തൃക്കുന്നപ്പുഴയും വലിയ തോതിൽ കരയിടിഞ്ഞു പോകുന്നു. അങ്ങനെ പ്രശ്നം. കടൽ കയറി വരും. കാരണം ഇവിടെ മണൽ വരുമ്പോൾ കടൽ കയറും, മണലിങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇവർ ആലപ്പുഴ ഖനനം ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ആറാട്ടുപുഴ ഖനനം ചെയ്യുന്നതിന് പകരം തോട്ടപ്പള്ളി ഖനനം ചെയ്ത് ആ മണൽ മുഴുവൻ എടുക്കുന്ന കലാപരിപാടിയിലേക്ക് ഇവരെത്തി. അതാണ് സംഭവം. അതിനുവേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പെർമിറ്റ് കൊടുത്തു എന്നുള്ളതാണ് അതിലെ കാര്യം. ഇവിടെയാണ് ഗവൺമെന്റ് ഇടപെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വീണ വിജയന് കർത്താവ് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പാർട്ടി പെട്ടുപോയ പ്രശ്നം, ഇപ്പോൾ ബിനീഷ് കൊടിയേരിക്കെതിരെ ആരോപണം വന്നു. ഇതുപോലെ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്. പാർട്ടി അതിൽ ഒരു ഡിഫൻഡും ചെയ്തില്ല. പാർട്ടി എന്താ പറഞ്ഞത്? നിയമപരമായി അയാൾ നോക്കിക്കോട്ടെ, കുടുംബം നോക്കട്ടെ. ബിനീഷ് കൊടിയേരി തെറ്റ് ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ വീണ വിജയന്റെ കാര്യത്തിൽ അതല്ല പാർട്ടി ചെയ്തത്. സാർ കുറച്ചുകൂടി കടത്തി പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞത് ED വരണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ. അതാണ് പറഞ്ഞു. അതുകൊണ്ട് EDയും CBI ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും കാണുമല്ലോ എന്നാണ്. പാവം അലൻ താഹ എന്നുള്ള 2 കുട്ടികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ചായ കുടിക്കാൻ പോയതല്ല എന്ന് NIA കൊണ്ടുപോയപ്പോൾ പറഞ്ഞ ആളാണ് പിണറായി വിജയൻ.